വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഡെയ്സിയുടെ വാതിൽ വന്ന് മുട്ടുന്നത് വേലായുധനാണ്. കതക് തുറക്കുമ്പോൾ പറയുന്നുണ്ട്, നീ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ TV-യിൽ കണ്ടിട്ടാണ് വരുന്നത്. അങ്ങനെ ആണുങ്ങളെ ജയിലിൽ കയറ്റാൻ നടക്കുന്നവരൊന്നും എൻ്റെ വീട്ടിൽ താമസിക്കണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം, എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് ഇറങ്ങിക്കൊള്ളണം എന്നിങ്ങനെ വേലായുധം പറയുന്നുണ്ട്. അന്നേരം ഡെയ്സി ചോദിക്കുകയാണ്, അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിന്നെ പോലുള്ളവർക്കൊന്നും പോകാൻ ഒരിടം കാണില്ല എന്നറിയാം, പെണ്ണുങ്ങൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ നിൻ്റെ ഇത് കുബുദ്ധിയാണ്, നീ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ മതി, പിന്നെ ബാക്കി കാര്യം ജനങ്ങൾ നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. താമസിക്കാൻ പറ്റില്ല, ഇറങ്ങണമെന്നുള്ള രീതിക്ക് തന്നെ വേലാതെ നിൽക്കുകയാണ്. അന്നേരം അത് ശരിയാവില്ല, എന്നെ താലി കെട്ടിയ ശിവനുണ്ടല്ലോ, ശിവൻ വരട്ടെ എന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ടാണ് അവിടെ നീ അവനെ ജയിലിൽ കയറ്റാനൊക്കെ നടക്കുന്നത്, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ കാണരുത് എന്ന് മര്യാദയ്ക്കാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് വേലായുധൻ അവിടെ ഒന്ന് പോവുകയാണ്. ഡെയ്സി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ഗോപാലകൃഷ്ണനാണെങ്കിൽ തൻ്റെ സഞ്ചിയൊക്കെ എടുത്ത് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം ശ്യാമയും ശാരിയും കൂടി പുറകെ ചെല്ലുന്നുണ്ട്. ശ്യാമ ചോദിക്കുകയാണ്, അച്ഛൻ എന്ത് ഭാവിച്ചാണ് ഞങ്ങളോട് ദേഷ്യപ്പെട്ട് എന്തിനാ ഇവിടെ നിന്ന് പോകുന്നതെന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, ഞാൻ ഇനി ഇവിടേക്ക് തിരിച്ചു വരെ ഉണ്ടാവില്ല, ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അച്ഛനത് പോകാനായിട്ട് കഴിയുമെന്ന് ചോദിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല, അമ്മയുടെ സ്ഥാനത്തൊന്നും ചെയ്യാനായിട്ട് ആർക്കും കഴിയില്ല, പിന്നെ അച്ഛനും കൂടി പോയാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞാനിവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് അധികപ്പറ്റാണല്ലോ, അങ്ങനെ കുറേ ന്യായീകരണങ്ങളൊക്കെ ഗോപാലകൃഷ്ണനോട് നിരത്തുകയാണ്. അന്നേരം ശാന്ത അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ശാന്ത ചോദിക്കുകയാണ്, ഗോപാലേട്ടൻ അങ്ങനെ അങ്ങ് പോകുമോ, ഈ കുട്ടികൾ തനിച്ചല്ലേ ഉള്ളൂ, ശാരദാമ്മയും ഇല്ലല്ലോ, ശാരി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഗോപാലേട്ടൻ അങ്ങനെ പോകാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം പോയാൽ എന്താ കുഴപ്പം, അവർക്ക് അവരുടെ വഴി, എല്ലാത്തിനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പ്രാപ്തരായി കഴിഞ്ഞു അവർ, അപ്പോൾ എനിക്ക് എൻ്റെ വഴി പോകുമെന്ന് പറയുകയാണ്. അന്നേരം ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കൊച്ചുങ്ങളാണെന്ന് കരുതി അങ്ങോട്ട് പറയുന്നു, ഒന്ന് ക്ഷമിക്ക്, അങ്ങനെ കരുതിക്കൂടെ, മക്കളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിദ്യാഭ്യാസം കൂടുതലുള്ള കളക്ടർ മോള് പിന്നെ എന്താണ് പറയുന്നത്, അത് വിദ്യാഭ്യാസം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവരുടെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കുമെന്നൊക്കെ എല്ലാവരും മാറി മാറി ചോദിക്കുകയാണ്. അന്നേരം കളക്ടറേറ്റിൽ കളക്ടറമ്മ ഉണ്ടല്ലോ, അവൾ നോക്കിക്കോളും, ഞാനിവിടെ, എന്നോടാണ് അവൾക്ക് ദേഷ്യം, ഞാനിവിടെ ഇല്ലയെന്ന് കരുതി നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവൾ നോക്കിക്കോളും, അങ്ങനെ അങ്ങ് പോയാൽ മതി, ഇനി ഞാൻ എന്തായാലും നിൽക്കുന്നില്ല, ഇനി ഒരു യാത്ര പറച്ചില്ല, ഇങ്ങോട്ടൊരു മടങ്ങി വരവും ഇല്ല എന്ന് പറയുക. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, അമ്മ എവിടെയാണെന്ന് ചോദിച്ചു, അതിപ്പോൾ അറിയേണ്ട ഞങ്ങളുടെ അവകാശമല്ലേ, അറിയണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ അവിടെ നിന്നൊരു മനഃപൂർവ്വം ഒളിച്ചോടാനുള്ളൊരു ശ്രമം തന്നെയാണ് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ശ്യാമ പുറകെ വിളിക്കുന്നുണ്ട്, അച്ഛ എന്നൊക്കെ. പക്ഷേ ഗോപാലകൃഷ്ണൻ കേൾക്കാതെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് ശാരിയയ്ക്ക് അങ്ങ് വയറ് നന്നായിട്ട് വേദനിച്ച് അയ്യോ എന്നും പറഞ്ഞ് വയറ് തൊട്ടിങ്ങനെ പിടിച്ചങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ശാന്തയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് പിടിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ഗോപാലകൃഷ്ണൻ്റെ പുറകെ പോയി വിളിക്കുന്നുണ്ട്, അച്ഛാ വല്യച്ചിക്ക് കുഴപ്പമായി എന്നാണ് തോന്നുന്നത്. അത് കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ തിരിച്ചു വരുന്നുണ്ട്. ശാരി അങ്ങോട്ട് പടിയിലേക്ക് പിടിച്ചിരുത്തുകയാണ് ശാന്ത. അന്നേരം എനിക്ക് വയ്യ, എന്നെ പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നിങ്ങനെ ശാരി പറയുമ്പോൾ, കൊണ്ടുപോകാം മോളെ, ഇപ്പം തന്നെ കൊണ്ടുപോകും, അച്ഛനൊരു വണ്ടി വിളിച്ചുകൊണ്ട് വരാം, ശ്യാമ എന്താണ് എടുക്കാമെന്ന് വെച്ചാൽ എടുത്ത് റെഡിയായിട്ട് നിന്നോ, ഇത് സമയമായി എന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞ് വണ്ടി വിളിക്കാനായിട്ട് ഗോപാലകൃഷ്ണൻ പോകുന്നുണ്ട്. അന്നേരം എനിക്ക് വയ്യ മോളെ, വയറൊക്കെ കൊളുത്ത് പിടിക്കുന്നു, വയ്യ എന്നും പറഞ്ഞ് ശാരി കിടന്ന് നിലവിളിക്കുകയാണ്. ഇപ്പോൾ പോവാമെന്നും പറഞ്ഞ് ശ്യാമയും ശാന്തയും കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ ഡെയ്സിയുടെ വീട്ടിൽ ആൻ്റണിയും ഡേവിസും കൂടി എത്തുന്നുണ്ട്. അന്നേരം പണി അങ്ങോട്ട് പാളിപ്പോയി, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, ഇനി ഇവിടെ നിന്നുകൊണ്ട് തന്നെ തന്ത്രങ്ങൾ മെനയണം, പിന്നെ ചവിട്ടിയൊരു അടി കിട്ടിയ പാമ്പിൻ്റെ അവസ്ഥയാണ് ശിവന്, അവനാണെങ്കിൽ നിനക്കിട്ടൊരു പണി തരും എന്നൊക്കെ ഇങ്ങനെ ഡേവിസും പറയുന്നുണ്ട്. പിന്നെ കാരണവന്മാർ പറയുന്നത് പോലെ കൊല്ലാൻ വേണ്ടി തന്നെ ആദ്യത്തെ അടിയടിക്കണം, അത് ചത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അടിയടിക്കുമ്പോൾ സൂക്ഷിക്കണം, അതിനു മുമ്പ് അത് നമുക്ക് പണി തന്നിരിക്കും, ഇനി അതേ ഒരു അവസ്ഥയാണ് ശിവൻ്റെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൻ്റണിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ആവുന്നുണ്ട്. അന്നേരം ഡെയ്സി പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കുന്ന കാര്യം പറ്റുമെന്ന് തോന്നുന്നില്ല, അവന് എന്നെ പിന്നെ കൊല്ലാനുള്ളൊരു ദേഷ്യം തന്നെയുണ്ട്, അവൻ എന്നെ ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം പേടിച്ചോടുകയല്ല വേണ്ടത്, പിന്നെ മാണിക്കോത്തെ ഇളമുറ തമ്പുരാന് നല്ലൊരു മുട്ടൻ പണി തന്നെ കൊടുക്കണമെന്നൊക്കെ ആൻ്റണിയും പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശിവൻ പിന്നെ അവനവിടെ ആൻ്റണി പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് പോകാമെന്ന് പറയുകയാണ്. ഡെയ്സി ആ ശിവനെക്കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അന്നേരം പേടിച്ചിട്ടാണോ പോകുന്നത്, അവനിങ്ങോട്ട് വരട്ടെ, ഒന്ന് മുട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, കൈയും കാലുമൊക്കെ അനക്കിയിട്ട് കുറേ കാലമായി എന്നിങ്ങനെ ഡേവിസ് പറയുന്നുണ്ട്. അന്നേരം ഈ സമയത്ത് ശിവനാണെങ്കിൽ ബുള്ളറ്റിൽ എത്തുന്നുണ്ട്. അന്നേരം അത് ഇവർ കാണുന്നുണ്ട്. അന്നേരം ഡേവിസ് പറയുകയാണ്, അന്നേരം കൈയും കാലുമൊക്കെ എനിക്ക് റെഡി ആയിക്കോട്ടെ, അവൻ എത്തിയെന്ന് പറയുകയാണ്. അന്നേരം ഇവർക്ക് രണ്ടുപേർക്കും ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്.
എന്നിട്ട് ശിവൻ ഇങ്ങനെ ആ കാർ നോക്കുന്നുണ്ട്. എന്നിട്ട് അകത്തോട്ട് കയറുകയാണ്. അന്നേരം എന്നെ ജയിലിലാക്കാൻ നോക്കിയിട്ട് നീ പിന്നെ സൂക്ഷിച്ച് ഇവിടെ തന്നെ കഴിയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാ പണികളും പാളിയപ്പോൾ ഇവരെ കൂടെ വിളിച്ച് വരുത്തുകയാണെങ്കിൽ ആണല്ലേ എന്നും പറഞ്ഞ് ഡേയ്സിക്ക് നേരെ കൈ തല്ലാനൊക്കെ ഓങ്ങുന്നുണ്ട്. അന്നേരം വേണ്ട എന്ന് ആൻ്റണി പറയുന്നുണ്ട്. ഞാനിവളെ ഒരു പോറൽ പോലും ഏൽക്കാതെ കൊണ്ടു ചെല്ലാമെന്ന് അമ്മച്ചിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുക. അന്നേരം നീയൊക്കെ നിൻ്റെ തലയായിട്ട് ചെന്ന് കയറി ചെല്ലുമെന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ ആരെയാടാ പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഡേവിസ് ഇടയ്ക്ക് കയറുമ്പോൾ ഡേവിസിനെ പേടിച്ച് അങ്ങോട്ട് എറിയുകയാണ് ശിവൻ. എന്നിട്ട് പറയുകയാണ് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് കയറുന്നതാന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശിവൻ ആകെ ഒരു ദേഷ്യത്തിൽ തന്നെയാണ്. നീ എന്തായാലും നിന്നെ ദ്രോഹിച്ചു എന്നല്ലേ, നിന്നെ അങ്ങ് തീർത്തിട്ട് എല്ലാം കൂടി കേസെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഡേയ്സിയുടെ മുടിക്ക് അങ്ങോട്ട് ചുറ്റി പിടിക്കുന്നുണ്ട്. അന്നേരം ഡേയ്സി വേദന കൊണ്ട് കരയുമ്പോൾ ആൻ്റണി ഇടയ്ക്ക് കയറുന്നുണ്ട്. അവർ തങ്ങളിൽ നല്ല അടിയാവുന്നുണ്ട്. ആൻ്റണി അടിക്കുന്നുണ്ട്, ഡേവിസിനെ അടിക്കുന്നുണ്ട് ശിവൻ. എന്നിട്ട് അവിടെ കിടക്കുന്ന ടീപ്പോ എടുക്കുകയാണ്. ആൻ്റണി തറയിലോട്ട് വീഴുമ്പോൾ ആൻ്റണിയുടെ മുകളിലത്തേക്ക് അടിക്കാനായിട്ട് ഇങ്ങനെ ടീപ്പോ എടുക്കുമ്പോൾ ഡേയ്സി ആണെങ്കിൽ മുറ്റത്ത് നിന്നിട്ട് ശിവ എന്ന് വിളിക്കുകയാണ്. ഡേയ്സിയുടെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. അടി തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ ഡേയ്സിയുടെ കയ്യിലൊരു ക്യാൻ മണ്ണെണ്ണയും ഒരു കയ്യിൽ ലൈറ്ററും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഡേയ്സി ആണെങ്കിൽ അത് തല വഴി അങ്ങോട്ട് ഒഴിക്കുകയാണ്. അന്നേരം ശിവൻ്റെ കയ്യിൽ നിന്ന് ആ ടീപ്പോ ഇങ്ങനെ അന്തം വിട്ട് അറിയാതെ താഴെ വീഴുന്നുണ്ട്. ഡേവിസും ആൻ്റണിയും കൂടി അന്തം വിട്ട് നോക്കിയാണ് ഡേയ്സി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് തലവഴിയെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ലൈറ്റർ ഇങ്ങനെ കത്തിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ അവരിൽ ആരെയെങ്കിലും ഇനി തൊടുകയാണെന്നുണ്ടെങ്കിൽ പ്രേരണ കുറ്റത്തിന് നിന്നെ ഞാൻ ജയിലിലാക്കും, നീ തല്ലാനല്ലേ നിൽക്കുന്നത്, വാടാ വന്ന് തല്ലടാ, തല്ലുന്നില്ല ഭ്രാന്തിയെ പോലെ ഇങ്ങനെ ലൈറ്ററും കത്തിച്ച് പിടിച്ച് ഇങ്ങനെ അറിയുകയാണ്. അന്നേരം ആൻ്റണി ഇങ്ങനെ ഡേയ്സി എന്ന് വിളിക്കുമ്പോൾ ആരും അടുത്തേക്ക് ഇരുതത് വന്നാൽ ഞാനിത് കൊളുത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. ഇത് മണ്ണെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവർ മൂന്നുപേരും എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. മുന്നോട്ട് ചെന്നാൽ ഡേയ്സി കത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ സമയത്ത് വേലായുധം എത്തുന്നുണ്ട്. വേലായുധം പിന്നെ കൂടി വന്നിട്ട് ഡേയ്സിയുടെ കയ്യിൽ നിന്ന് ലൈറ്ററങ്ങ് പിടിച്ച് വാങ്ങിച്ച് എറിയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇവരെപ്പോലുള്ള ഭ്രാന്തികളെയൊന്നും എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല, അടിച്ച് പുറത്താക്കട ശിവ എന്ന് പറയുകയാണ്. അന്നേരം ഡേയ്സിയുടെ കയ്യിൽ നിന്ന് അത് പോയല്ലോ. അന്നേരം ശിവനാണെങ്കിൽ അവിടെ നിന്ന് ആ കൈവരി കൂടി ഒരു ഒറ്റ ചാട്ടത്തിന് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ സിറ്റൗട്ടിൽ നിന്നും കൈവരി കൂടെ കുറുകെ അങ്ങോട്ട് ചാടി മുറ്റത്തേക്ക് ഒറ്റ ചാട്ടത്തിനെത്തുകയാണ്. എന്നിട്ട് ഡേയ്സിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ ജയിച്ചു എന്ന് കരുതണ്ട, ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഞാൻ നിൽക്കുന്ന ഇതേ ഒരു അവസ്ഥയിൽ നിന്നെ ഞാൻ നിർത്തും. എന്തിനാണെന്നറിയാമോ, പച്ചയ്ക്ക് കത്തിക്കാൻ എന്നിങ്ങനെ ആ ഒരു വാശിയോടെ ഡേയ്സി ഇങ്ങനെ പറയുമ്പോൾ ശിവനും ഡേയ്സി ഇങ്ങനെ കണ്ണോടിങ്ങനെ പരസ്പരം ഇങ്ങനെ വീറും വാശിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത്രയുമാണ് ആ സീൻ കാണിക്കുന്നത്. അപ്പോൾ ആൻ്റണി ആണെങ്കിലും ഡേയ്സിയും കൂട്ടിക്കൊണ്ട് പോകുമായിരിക്കും. അപ്പോൾ ഡേയ്സിയുടെ പ്രശ്നം ഇടയ്ക്ക് ഇത്തിരി നാളത്തേക്ക് അവിടെ ഒന്ന് മാറുകയാണ് ചെയ്യുന്നത്. അതേസമയം ശാലിനി കുട്ടികളെ വിളിക്കാനായിട്ട് സ്കൂളിലെത്തുമ്പോൾ ഇവരിങ്ങനെ നേരത്തെ സ്കൂൾ വിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അന്നേരം ഇന്നെന്താ നേരത്തെ വിട്ടോ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന പിന്നെ ദീപക്കിൻ്റെ ചേച്ചി മരിച്ചു, ചേച്ചിയോ ചേട്ടൻ മരിച്ചു, അച്ഛന് ആക്സിഡൻറ്റ് പറ്റുകയും ചെയ്തു, അതുകൊണ്ടാണ് വിട്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം ആക്സിഡൻറ്റ് പറ്റി അതെന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം രാമേട്ടനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അന്നേരം സ്കൂൾ പ്രിൻസിപ്പൾ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം മാഡം വന്നപ്പോൾ പറയാനായിട്ടിരുന്നതാണ് പിന്നെ അവരുടെ പിന്നെ ദീപക്കിൻ്റെ അമ്മയാണെങ്കിൽ വീട്ടു ജോലിക്കൊക്കെ പോകുന്നതാണ്. 2 കുട്ടികളാണ്. അവരുടെ വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ അച്ഛനും മൂത്ത കുട്ടിയും കൂടി ഇരിക്കുമ്പോൾ വീടിൻ്റെ ഉത്തരം വന്ന് വീഴുകയായിരുന്നു. മൂത്ത കുട്ടി അപ്പോൾ തന്നെ മരിച്ചു. അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. പിന്നെ വളരെ ദാരിദ്ര്യമാണ് അവരുടെയൊക്കെ അവസ്ഥ. മാഡം ഒന്ന് അവിടേക്ക് പോവുകയാണെങ്കിൽ അവർക്കൊരു ആശ്വാസമാകും, എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറയുകയാണ്. അന്നേരം ഈ കുട്ടികളും പറയുന്നുണ്ട് നമുക്ക് ദീപകിൻ്റെ വീട്ടിലേക്ക് പോകാൻ, പാവമാണ് ദീപക്ക്, പിന്നെ നമ്മൾ ചെല്ലുന്ന ഒരു ആശ്വാസമായിരിക്കും എന്നിങ്ങനെ കുട്ടികളും പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഈ കുട്ടി ആ പഠിത്തത്തിലൊക്കെ നല്ല മുന്നോട്ട് തന്നെയാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് സഹായിക്കാനൊക്കെ PTA ഫണ്ടൊക്കെ സ്വരൂപിച്ചിട്ട് നമ്മൾ നൽകുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും പഠിത്തത്തിൽ അവസ്ഥ എങ്ങനെയാണെന്നുള്ള അവർ കാണിക്കത്തൊന്നുമില്ല. പക്ഷെ മാഡം ചെല്ലുകയാണെങ്കിൽ അവർക്കൊരു സഹായമായിരിക്കും. അവർക്ക് സർക്കാർ തലത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഇതെൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്. വീടൊക്കെ വളരെ ശോചനീയമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഞാൻ അവിടേക്ക് പോകാം, എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നിങ്ങനെ ഈ പിന്നെ ശാലിനി ആണെങ്കിൽ പ്രിൻസിപ്പളോട് പറയുന്നുണ്ട്. പോകാമെന്ന് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് സന്തോഷമാവുന്നുണ്ട്. ഇതേസമയം ശാരിക ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഇന്നലെ ഇങ്ങനെ സ്ട്രക്ചറിൽ ഇങ്ങനെ ശാരിക കിടത്തി ഇങ്ങനെ ലേബർ റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. രോഹിത്തും പിന്നെ ശ്യാമയും ഗോപാലകൃഷ്ണനും ശാന്തയും ഒക്കെ ഉണ്ട്. അന്നേരം അതിന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ ഇത് നിർത്താനായിട്ട് ശാരിക പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമയുടെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഒരുപാട് തവണ ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ഒക്കെ നോക്കിയതാണ്, അന്നൊന്നും ഇല്ലാത്തൊരു ഭയം ഇന്നിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർമാർ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ
ശ്യാമ പറയുന്നുണ്ട്. അന്നേരം പക്ഷേ ഈ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് വേണം, എനിക്ക് അവകാശമായിട്ട് എന്നെ അമ്മയെന്ന് വിളിക്കാനായിട്ട് ഈ കുഞ്ഞിനെ വേണം ശ്യാമ, നീ അതിനുവേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ ശാരിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ശാരികയുടെ കൈപിടിച്ച് പറയുന്നുണ്ട്, നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി, മോൾ ഭയപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാകില്ല, ധൈര്യസമേതം ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒക്കെ കുഞ്ഞിനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷേ അതൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊരു തോന്നൽ, പേടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇവരെല്ലാവരും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശാന്തയും രോഹിത്തുമൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ശാരിക എങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അന്നേരം അവിടെ ആ ഒരു പ്രസവ സീനൊക്കെ കാണിക്കുന്നുണ്ട്, നന്നായിട്ട് പുഷ് ചെയ്യുമെന്നൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട്. അന്നേരം പക്ഷേ ശാരീരിക വേദന കൊണ്ട് അങ്ങോട്ട് കിടന്ന് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. പുറത്താണെങ്കിൽ എല്ലാവരും കാത്തു ഇരിക്കുകയാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ രോഹിത്തിനോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞിനെ കിട്ടാതിരിക്കുക, പ്രസവിച്ചിട്ടും കാര്യമില്ല, കിട്ടാത്തതാണ് നല്ലത് എന്ന് പറയുമ്പോൾ രോഹിത്തിനെ കൊണ്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം രോഹിത്ത് പറയുകയാണ്, ശ്യാമ ആദ്യം കുഞ്ഞൊന്ന് പിറന്നോട്ടെ എന്നിട്ട് പോരെ ബാക്കി പ്രവചനങ്ങളൊക്കെയും ചോദിക്കുകയാണ്. അന്നേരം എഴുന്നേറ്റിരിക്കാൻ പോലും എന്തെങ്കിലും അംഗവൈകല്യങ്ങളുള്ള കുട്ടിയായിരിക്കും, ഡോക്ടർ പറഞ്ഞു തന്ന ശ്യാമ ഓർമ്മിക്കുകയാണ്, പൂർണ്ണാരോഗ്യവാനായ കുഞ്ഞിനെ ലഭിക്കില്ല എന്നുള്ളത്. അന്നേരം പറയുന്നുണ്ട്, എഴുന്നേറ്റിരിക്കാനോ ചിലപ്പോൾ സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല, എന്തെങ്കിലും അംഗവൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ പിന്നീട് അതൊരു ബാധ്യതയാകില്ലേ എന്ന് പറയുമ്പോൾ രോഹിത്തിന് വീണ്ടും ദേഷ്യം വന്ന് രോഹിത്ത് കൈക്കിന് ചുട്ടി പിടിക്കുന്നുണ്ട്. പക്ഷേ സംവിധാനം പാലിച്ച് രോഹിത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, പിന്നീട് എല്ലാവർക്കും കുട്ടി പിന്നീട് ഒരു ബാധ്യതയാവില്ല, നല്ലത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ശ്യാമയും പറഞ്ഞിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്, അവർ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. തുടർന്ന് ഡോക്ടറാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഇവരോട് പറയുന്നുണ്ട്, ശാരിക പ്രസവിച്ചു, പെൺകുഞ്ഞാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കുഞ്ഞിന് തൂക്കക്കുറവുണ്ട്, ചില ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട്, ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ വലിയൊരു കുഴപ്പമല്ലേ, ഒരാഴ്ച ഇൻക്യുബേറ്ററിൽ ഇരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം, തൂക്കക്കുറവുള്ളത് കൊണ്ട് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. കുഞ്ഞിനെ കിട്ടില്ലെന്ന് വിചാരിച്ചതല്ലേ, കിട്ടിയത് തന്നെ ഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ശ്യാമ അങ്ങോട്ട് പറയുകയാണ്, ഇതിലും ഭേദം ആ കുഞ്ഞ് ജനിക്കാതിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ്. അവരടി ശ്യാമയും പ്രതീക്ഷിച്ചില്ല, രോഹിത്തും ശാന്തയും അവരും പ്രതീക്ഷിച്ചില്ല, അവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കുറേ നേരമായി നീ തുടങ്ങിയിട്ട് ഞാനിതൊന്നും കേൾക്കുന്നില്ല കണ്ടില്ല എന്നാണ് നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ഇതൊന്ന് കഴിയട്ടെ എന്ന് ഇരിക്കുകയായിരുന്നു ഞാൻ, ഇനി ആ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് നീ സംസാരിച്ച ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം, സൂക്ഷിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് അവിടെ ആ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം രോഹിത്തിനങ്ങ് സന്തോഷമാവുന്നുണ്ട്. രോഹിത്ത് ശ്യാമയോട് ചെന്ന് ഇങ്ങനെ കൈ ചൂണ്ടി പറയുന്നുണ്ട്, ഇത് നീ ചോദിച്ച് വാങ്ങിച്ചതാണ്, നീ നിലയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനും 2 തവണ അങ്ങോട്ട് തരും, ഓർമ്മിച്ചോ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ അടിയും കൊണ്ട് ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ സങ്കടത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് ശാന്ത ഇങ്ങനെ നോക്കുമ്പോൾ ശാന്തയും ആ ഒരു ദേഷ്യഭാവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്, ആകെ മാനം കെട്ട് ശ്യാമ നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണാനാണ് സാധ്യത. അത് ആ ഷൂട്ടിങ്ങിൽ ശ്യാമ ഒരു കുഞ്ഞിനെ കൊണ്ടുവയ്ക്കുന്ന ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. ഇനി അടുത്തത് ആ ഒരു കുട്ടിയുടെ പ്രശ്നം ആ സ്കൂളിൽ വെച്ച് പറഞ്ഞല്ലോ, ഇനി അവിടെ പോകുമ്പോൾ വേറെ എന്തെങ്കിലും കഥയുമായിട്ട് വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ ഡെയ്സിയുടെ പ്രശ്നം കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ്, ഇനി അടുത്ത പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.